പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള CPI തർക്കം രൂക്ഷമാകുന്നു. CPIക്ക് രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ അതിരൂക്ഷ വിമർശനം. പ്രതിപക്ഷ ഉപനേതൃ പദവി നൽകേണ്ടത് എന്ത് ന്യായത്തിന്റെ പേരിലെന്നാണ് ചോദ്യം. ആവശ്യം ഉന്നയിക്കേണ്ടത് മുന്നണിയിലെന്നും ലേഖനത്തിൽ CN മോഹനൻ പറയുന്നു. പ്രസാദ് ഉറുമ്പശ്ശേരി വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ടുണ്ട്. പ്രസാദ്, പ്രതിപക്ഷ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതീക്ഷ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് പല നേതാക്കളുമെങ്കിലും മുതിർന്ന നേതാക്കളടക്കം സ്വരം ഘടിപ്പിക്കുകയാണോ വിഷയത്തിൽ വീണ്ടും? സേതു, അതിരൂക്ഷമായ വിമർശനമാണ് ഇക്കാര്യത്തിൽ CN മോഹനൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ഇതിന്റെ കാരണമായി പറയുന്നത്, നേരത്തെ തന്നെ CN മോഹനൻ ഫേസ്ബുക്കിൽ CPIക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ജനയുഗത്തിൽ സത്യൻ മൊകേരി ഒരു പിണറായി വിജയനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചത്. പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് പ്രതിപക്ഷ ഉപനേതാവ് ആരായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായും അത് CPMന്റെ ഭാഗത്തു നിന്നായിരിക്കും, താൻ എഴുതി കൊടുക്കുന്ന ആൾ ഉപനേതാവാകും, അത് CPMന്റെ പേരുകാരൻ തന്നെ ആയിരിക്കും എന്നതായിരുന്നു അന്ന് പിണറായി പറഞ്ഞത്. അതിന് വളരെ വിശദമായ മറുപടി സത്യൻ മൊകേരി എഴുതി. അതിനാണ് ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി CN മോഹനൻ എഴുതിയിരിക്കുന്നത്. അതിൽ പറയുന്നത് CPIക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ചോദിക്കാൻ എന്ത് ന്യായമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇടതുപക്ഷം വന്ന സമയത്ത് മുതൽ തന്നെ ഈ ഉപനേതൃ പദവി അത് CPIMന്റെ കൈവശത്താണ് ഉള്ളത്. CPM തന്നെയാണ് ആളെ തീരുമാനിക്കുകയും അവരുടെ പാർട്ടിയിൽ തന്നെയാണ് ആളെ വെക്കുന്നത്. പിന്നീട് എന്ത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉപനേതൃ പദവി നൽകേണ്ടത് എന്നുള്ളതാണ്. സത്യൻ മൊകേരി എഴുതിയിട്ടുള്ള ലേഖനത്തിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ LDFന്റെ കൂട്ടായ പ്രവർത്തനത്തിന് ഈ ഉപനേതൃ പദവി ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഉപനേതൃ പദവി കിട്ടിയില്ലെങ്കിൽ കൂട്ടായ പ്രവർത്തനം സാധ്യമാകില്ല എന്നതാണോ സത്യൻ മൊകേരി ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അതോ ഈ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്തും CPMനേക്കാൾ CPI വളർന്നു എന്ന തോന്നലുണ്ടോ എന്നൊന്നുകൂടി CN മോഹനൻ പരിഹസിക്കുന്നുണ്ട്. മറ്റൊന്ന്, അടിയന്തരാവസ്ഥക്കാലത്ത് CPI സ്വീകരിച്ചിട്ടുള്ള നിലപാട് കോൺഗ്രസിനൊപ്പമായിരുന്നു CPI. ഇവിടെ രാജൻ കേസെല്ലാം തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് CN മോഹനൻ ആ ലേഖനം തന്നെ അവസാനിപ്പിക്കുന്നത്. അത് മാത്രമല്ല, പിണറായി അല്ല ഇക്കാര്യത്തിൽ ഏകപക്ഷീയ നിലപാട് പറഞ്ഞിട്ടുള്ളത്. CPI ആണ് അത് മാധ്യമങ്ങളോട് ഉന്നയിക്കുകയും ഏകപക്ഷീയ നിലപാട് പറയുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെങ്കിൽ അത് LDFനകത്തായിരുന്നു ഉന്നയിക്കേണ്ടത്. പക്ഷേ അതിന് പകരം മാധ്യമങ്ങളോട് പറയുകയും അത് വലിയ വിവാദമാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് CPI ആണ് എന്ന്. അതായത് ഈ വിഷയത്തിൽ മുഴുവൻ കുറ്റവും CPIയുടെ തലയിൽ ചുമത്തിക്കൊണ്ടാണ് CN മോഹനൻ ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. അതിരൂക്ഷ വിമർശനമാണ് നടത്തിയിട്ടുള്ളത്. ശരി, ഓക്കെ പ്രസാദ്, വ്യക്തമാണ്.